അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂര്യനെ ചുറ്റുന്ന ഭൂമി, ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രൻ. ഗോളശാസ്ത്രവും ഗണിതശാസ്ത്രവും ഒക്കെ പഠിക്കാതെ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ കണക്കുകൾ കൃത്യമായി നിരക്ഷരനായൊരു പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരിക? ഇതുതന്നെയാണ് ഈ ആയത്തുകളുടെ പ്രത്യേകത. നമുക്ക് നോക്കാം. ആയത്ത് 25-26. സോളാർ ഇയേഴ്സും ലൂണാർ ഇയേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുക. എങ്ങനെയാണിത് വരുന്നതെന്ന് നമുക്കൊരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. ഇങ്ങനെ വ്യത്യാസം വരാനുള്ള കാരണം സൂര്യന് ചുറ്റും ഭൂമി ഒരു തവണ കറങ്ങാനെടുക്കുന്നതാണ് സൗരവർഷമായി ഗണിക്കുന്നത്. അതിന് 365 ദിവസമാണ് എടുക്കുന്നത്. എന്നാൽ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ 12 തവണ കറങ്ങി വരുമ്പോഴാണ് ചന്ദ്രവർഷം സംഭവിക്കുന്നത്, അഥവാ ലൂണാർ ഇയർ. അപ്പോൾ ലൂണാർ ഇയേഴ്സിലെ ഒരു മാസം എന്ന് പറയുന്നത് 29.5 ഡേയ്സാണ്. അത് 29-30 എന്ന നിലക്കാണ് മാസം നോക്കുമ്പോൾ നമുക്ക് കിട്ടാറ്. കാഴ്ചക്കനുസരിച്ചാണ് നമ്മളിത് കണക്കാക്കാറ്. അള്ളാഹു പറഞ്ഞ പോലെ മാസങ്ങൾ കണക്കാക്കുവാനാണ് ചന്ദ്രനെ സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംവിധാനത്തിലൂടെ ആ മാസങ്ങൾ നമ്മൾ ഗണിക്കുമ്പോൾ 354 ഡേയ്സാണ് ഒരു വർഷം പൂർത്തിയാക്കാൻ ഈ ചന്ദ്രവർഷം എടുക്കുന്നത്. അപ്പോൾ ആദ്യം കംപ്ലീറ്റ് ആവുക ചന്ദ്രവർഷമാണ്, പിന്നെയാണ് സൗരവർഷം കംപ്ലീറ്റ് ആവുക. ഭൂമി കറങ്ങി എത്തുമ്പോൾ വീണ്ടും 11 ദിവസം കൂടുതലെടുക്കും. അങ്ങനെയാണ് ഈ 300 വർഷത്തിൻ്റെ കണക്ക് പറയുമ്പോൾ 100 വർഷത്തിന് 103 ചന്ദ്രവർഷമാണെങ്കിൽ 300 വർഷത്തിന് 309 ചന്ദ്രവർഷം. ഇതാണ് ഇതിൻ്റെ കണക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദൂ 9. ഖുലില്ലാഹു അഅലമു ബിമാ ലബിസൂ ലഹു ഗൈബുസ് സമാവാതി വൽ അർദ് أبصر به وأسمع ما لهم من دونه من ولي ولا يشرك في حكمه أحدا. ഇൻഷാ അള്ളാഹ് പറയാൻ മറന്നുപോയി. പ്രവാചകനെ അള്ളാഹു ഉണർത്തുകയാണ്. നാളെ ഒരു കാര്യം ഞാൻ ഉറപ്പായും ചെയ്യാമെന്ന് ഇൻഷാ അള്ളാഹ് കൂടാതെ പറയരുത്. മറന്നു, ശേഷം ഓർമ്മ വന്നാൽ ഉടനെ അള്ളാഹുവിനെ സ്മരിക്കുക. അസ അയ്യഹദീന റബ്ബി ലി അഖറബ മിൻ ഹാദാ റഷദ എന്ന് പറയുകയും ചെയ്യുക. ഇതിനേക്കാൾ നല്ല മാർഗത്തിലേക്ക് അള്ളാഹുവിനെ നയിച്ചേക്കാം എന്ന് പറയുകയും ചെയ്യുക. ഇതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി 25-ാം ആയത്ത് നോക്കാം. വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദൂ 9. വലബിസൂ അവർ താമസിച്ചു, ഫീ കഹ്ഫിഹിം അവരുടെ ഗുഹയിൽ, 300 സിനീന വർഷങ്ങൾ, വസ്ദാദൂ അവർ അധികമെടുക്കുകയും ചെയ്തു, 9. ഇതാണ് സൗരവർഷത്തിലേക്കും ചാന്ദ്രവർഷത്തിലേക്കും വിരൽ ചൂണ്ടുന്ന ആയത്ത്. ഗോളശാസ്ത്രാടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ജനമധ്യേ നടന്നിരുന്ന പല തർക്കങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ സൂറത്തിലുടനീളം കാണാവുന്നത്. അപ്പോൾ ഈ ഗുഹയിൽ എത്ര വർഷം താമസിച്ചു എന്ന കാര്യത്തിൽ 300 or 309 എന്ന രൂപത്തിലാണ് തർക്കം നടന്നിരുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 300 വർഷം സൗരവർഷ പ്രകാരവും കൂടുതൽ 9 എന്ന് പറഞ്ഞാൽ ചന്ദ്രവർഷ പ്രകാരം 309 എന്നുമാണ്. ആളുകളുടെ എണ്ണത്തിൽ ഊഹിച്ച് ഒന്നും പറയാൻ നിൽക്കണ്ട, ജനങ്ങളോട് അതിനെപ്പറ്റി തർക്കിക്കാനോ ആരായാനോ നിൽക്കണ്ട എന്ന് പ്രവാചകനോട് പറയുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായ എണ്ണം തരുന്നുണ്ട്. ഉറക്കത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയാണല്ലോ. പിന്നെ ആമുഖമായി പറഞ്ഞതുപോലെ നിരക്ഷരനായൊരു പ്രവാചകനിൽ നിന്ന് ഇത്തരമൊരു അറിവ് വരുന്നത് പ്രവാചകൻ്റെ സത്യാവസ്ഥയെ ബോധ്യപ്പെടുത്താനാണ്. ആയത്ത് 26. ഖുലില്ലാഹു അഅലമു ബിമാ ലബിസു. ഖുൽ പറയുക, അല്ലാഹു അഅലമു അല്ലാഹുവാണ് ഏറ്റവും അറിയുന്നവൻ, ബിമാ ലബിസു അവർ താമസിച്ചതിനെ പറ്റി. ലഹു ഗൈബുസ് സമാവാതി വൽ അർദ്. ലഹു അവനുണ്ട്, ഗൈബുസ് സമാവാത്ത് ആകാശങ്ങളിലെ അദൃശ്യജ്ഞാനം, വൽ അർദ് ഭൂമിയിലെയും. അബ്സുർ ബിഹി വ അസ്മിഅ. അബ്സുർ ബിഹി അവനത്ര വലിയ കാഴ്ചയുള്ളവൻ, വ അസ്മിഅ വലിയ കേൾവിയുള്ളവൻ. അക്ബർ മോഡലിലാണ് ഇത് വന്നിട്ടുള്ളത്. മോസ്റ്റ് ഹൈ എന്ന് ചേർത്ത് പറയില്ലേ, അതുപോലെ ഇതും അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള കേൾവിയും കാഴ്ചയാണ്. മാലഹും മിൻ ദൂനിഹി മിൻ വലി. മാലഹും അവർക്കില്ല, മിൻ ദൂനിഹി അവനല്ലാതെ അവനെ കൂടാതെ, മിൻ വലിയൻ ഒരു രക്ഷകനും ഒരു ബന്ധു ഒരു കൈകാര്യകർത്താവുമില്ല. മനുഷ്യർക്ക് അവനല്ലാതെ മറ്റൊരു രക്ഷാകർത്താവില്ല. വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദ. വലാ യുശ്രിക് അവൻ പങ്കു ചേർക്കുകയില്ല, ഫി ഹുക്മിഹി അവൻ്റെ അധികാരത്തിൽ, വിധിയിൽ, അതല്ലെങ്കിൽ ഭരണത്തിൽ, അഹദ ഒരാളെയും. അള്ളാഹുവിൻ്റെ ഭരണാധികാരത്തിൽ അള്ളാഹു ആരെയും പങ്കു ചേർക്കുന്നില്ല.
മനുഷ്യർക്ക് അവനല്ലാതെ വേറെ രക്ഷാധികാരിയുമില്ല. അവൻ്റെ കേൾവിയും കാഴ്ചയും അതുപോലെ അദൃശ്യജ്ഞാനവും എല്ലാം എടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മോട് ചിന്തിക്കാൻ പറയുകയാണ്. ഈ വിഷയത്തിൽ തർക്കം നടത്തുന്നവർക്ക് ഏറ്റവും നല്ല മറുപടി പറയാൻ അർഹതപ്പെട്ടത് അള്ളാഹുവാണ്. പിന്നെ ചില മുഫസ്സിറുകളുടെ അഭിപ്രായത്തിൽ ഇത് അള്ളാഹു അവരുടെ എണ്ണം പറഞ്ഞതല്ല, ജനങ്ങളുടെ സംസാരം വെളിപ്പെടുത്തിയ ശേഷം അള്ളാഹുവാണ് ഏറ്റവും അറിയുന്നവൻ, ആ കാര്യത്തിലും തർക്കം വേണ്ടതില്ല എന്നുള്ള രൂപത്തിലാണ് പറയുന്നതെന്നാണ് ചില മുഫസ്സിറുകളുടെ അഭിപ്രായം. അള്ളാഹു ആലം. ഏതായാലും ഈ ആയത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഗോളശാസ്ത്ര ഗണിതശാസ്ത്ര വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു. അക്ഷരവും വായനയും അറിയാത്ത ഒരാൾ ഒരു അദൃശ്യ ശക്തിയുടെ സഹായമില്ലാതെ ഇങ്ങനെ സംസാരിക്കുക സാധ്യമല്ല. ആയത്തൊരുമിച്ച് നോക്കാം. നബിയെ പറയുക, അവർ താമസിച്ചതിനെ പറ്റി അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്. ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യജ്ഞാനം അവനാണുള്ളത്. അവനത്രേ വലിയ കാഴ്ചയുള്ളവൻ, എത്ര വലിയ കേൾവിയുള്ളവൻ. അവനല്ലാതെ അവർക്ക് ഒരു രക്ഷകനുമില്ല. അവൻ്റെ അധികാരത്തിൽ ആരെയും അവൻ പങ്കു ചേർക്കുകയുമില്ല. കൃത്യമായ തൗഹീദാണ് ഈ പറയുന്നത്. നമുക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും നേരിട്ട് അള്ളാഹുവിനോട് പറയാം. അള്ളാഹു അത് കേട്ടിരിക്കും, അത് കണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഒപ്പം അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത്. അള്ളാഹു പൊറുക്കാത്ത പാപമാണത്. അതെ, അവൻ്റെ അധികാരത്തിൽ അവൻ ആരെയും പങ്കു ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വിഷയങ്ങളും അവനോട് നേരിട്ട് പറയാം. അവൻ്റെ കഴിവുകൾ അംഗീകരിച്ചും അവനോടത് ഏറ്റുപറഞ്ഞും നമ്മുടെ വിഷയങ്ങൾ അവൻ്റെ മുന്നിൽ നിരത്തിവെക്കുക. പാപമോചനം തേടുക, കാരുണ്യത്തിനായി തേടുക. നാഥൻ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.